സൗഹൃദത്തിന്റെ 50 വർഷത്തെ നിറവിൽ ഓർമ്മകൾ പുതുക്കി സഹപാഠികൾ വീണ്ടും ഒത്തുകൂടി. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഓർമ്മകൾ പുതുക്കുന്നതിന് വീണ്ടും സ്കൂളിൽ എത്തിയത്. സ്കൂളിന്റെ ആരംഭം മുതൽ 1974 പ്രവേശനം നേടുകയും 1977 ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം ഒരുമിച്ചിരുന്നത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ പഴയകാല ഓർമ്മകൾ പുതുക്കിയും സൗഹൃദത്തിന്റെ നൂലിഴകൾ കൂടുതൽ ദൃഢമാക്കിയും പാട്ടുപാടിയും കളികളും ചിരികളുമായി സഹപാഠികൾ സമയം ചിലവഴിച്ചു. ദ ബിഗിനേഴ്സ് മീറ്റ് 2024 എന്ന പേരിൽ സൗഹൃദത്തിന്റെ 50 സുവർണ വർഷങ്ങൾ എന്ന പ്രമേയത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. സഹപാഠികളിൽ നിന്ന് വിട പറഞ്ഞുപോയ 14 പേരെയും 4 അധ്യാപകരെയും അനുസ്മരിച്ചാണ് സംഗമം തുടങ്ങിയത്. സംഗമത്തിലെത്തിയ മുൻ അധ്യാപകരായ എം മാധവൻ മാസ്റ്ററെയും ദേവകി കുഞ്ഞമ്മ ടീച്ചറെയും ആദരിച്ചു. പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിൽ ബാച്ചിന്റെ പൂർണ്ണമായ പിന്തുണ ഉറപ്പുവരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. സംഗമം സ്കൂളിലെ പൂർവ്വ അധ്യാപകനും മുൻ പ്രധാന അധ്യാപകനും റിട്ടയർഡ് DEOയുമായ എം മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അത് 25 വർഷം തുടർന്നു. റിട്ടയർമെന്റിന് ശേഷം 25 വർഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനം തുടർന്നു. കൊറോണ വന്നപ്പോഴേ പലതിലും മാറ്റമുണ്ടായി. ഞാനും മാറി. ഇനി മതി. ഗ്രാമപഞ്ചായത്ത് അംഗം AP മോഹൻദാസ്, പൂർവ്വ അധ്യാപിക ദേവകി കുഞ്ഞമ്മ, സ്കൂൾ PTA പ്രസിഡന്റ് സുരേഷ് പുതുക്കുടി, ഹെഡ് മാസ്റ്റർ P സുമേഷ്, സീനിയർ അസിസ്റ്റന്റ് വഹാബ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഡയറ്റ് സീനിയർ ലെക്ചറർ P പരമേശ്വരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. KT മുഹമ്മദ്, പ്രഭാവതി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. സ്കൂളിലെ ആദ്യത്തെ SLC ബാച്ച്, അതായത് 1974 8ാം ക്ലാസ്സിൽ ചേർന്ന് 77 SLC എഴുതിയ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഇന്നിവിടെ നടന്നത്. ദ ബിഗിനേഴ്സ് മീറ്റ് 2024 എന്നുള്ള പേരിലാണ് ഈ പരിപാടി അറിയപ്പെടുന്നത്. ഇതിൽ അന്ന് 93 പേരാണ് SLC പരീക്ഷ എഴുതിയത്. ആ 93 പേരിൽ ഞങ്ങൾ ഇപ്പോൾ 14 പേര് ഞങ്ങളുടെ കൂടെ ഇല്ല. അവർ മരിച്ചു പോയിരിക്കുന്നു. ബാക്കിയുള്ള അംഗങ്ങളിൽ 50 പേർ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 അധ്യാപകർ, അതായത് മാധവൻ മാസ്റ്ററും ദേവകി കുഞ്ഞമ്മ ടീച്ചറും, അവർ 2 പേരും അവരെ ഇന്ന് ആദരിച്ചു. ഞങ്ങളിൽ നടന്ന പ്രധാന പരിപാടികൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നിര്യാതരായ സഹപാഠികൾക്കും അധ്യാപകർക്കുമുള്ള അനുശോചനം രേഖപ്പെടുത്തൽ, അതുപോലെ തന്നെ സൗഹൃദം പങ്കുവെക്കൽ, അതുപോലെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ, സൗന്ദര്യവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ സ്കൂൾ സൗന്ദര്യവൽക്കരണം, അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളെ, നിർധനരായ കുട്ടികളെ സഹായിക്കൽ, അതുപോലെ റിസോഴ്സ് മാപ്പിംഗ്, സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടുള്ള റിസോഴ്സ് മാപ്പിംഗ്, അതുപോലെ ഓർമ്മക്കുറിപ്പുകളുടെ രൂപപ്പെടുത്തൽ, ഇങ്ങനെ വിവിധ പരിപാടികളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം കലാപരിപാടികൾ, അടുത്ത നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് എങ്ങനെ ആയിരിക്കണം, അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ള ആലോചനകൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ വലിയ പങ്കാളിത്തം, പഴയ ഞങ്ങളെല്ലാവരും 63 വയസ്സായവരാണ് ഞങ്ങളെല്ലാവരും. എങ്കിൽ പോലും പകുതിയിലധികം, ഇന്ന് പങ്കെടുത്തതിൽ പകുതിയിലധികം പെൺകുട്ടികളായിരുന്നു. അവരെല്ലാവരും അമ്മമാരും മുത്തശ്ശിമാരും ആയിട്ടുണ്ടെങ്കിലും വളരെ ഊർജ്ജസ്വലമായിട്ടാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ പരിപാടിയുടെ ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മഞ്ഞക്കോട്ട് രാജഗോപാലനാണ്. അദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. അതുപോലെ ആനന്ദൻ, പിന്നെ രവി, അബ്ദുൽ ഖാദർ, ഗണേഷ് പുത്തലത്ത്, ശങ്കരനാരായണൻ, KT മുഹമ്മദ്, പ്രഭാവതി തുടങ്ങിയ നിരവധി നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ള നിരവധി പേരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടന്നു. സ്കൂളിൻ്റെ എല്ലാ സഹായങ്ങളുണ്ടായിരുന്നു. പ്രഥമാധ്യാപകൻ, PTA പ്രസിഡന്റ്, വാർഡ് മെമ്പർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഞങ്ങൾ ഒരുക്കിയിരുന്നു. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായി, എന്നും മനസ്സിൽ ഓർമ്മിക്കാനുള്ള ഒരു ദിവസമായി, 50 വർഷത്തിൻ്റെ സൗഹൃദം പുതുക്കുന്ന ഒരു വേദിയായി ഇന്നത്തെ ഈ സംഗമം മാറിയിരിക്കുകയാണ്. അതിൽ മാധ്യമങ്ങളുടെ അടക്കം പങ്കാളിത്തത്തോടു കൂടി നമുക്ക് വലിയ ഒരു മുന്നേറ്റമുണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൗഹൃദം മരണം വരെ തുടരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇന്ന്
പിരിയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കുഞ്ഞമ്മ ടീച്ചർ വന്നത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ദേവകി കുഞ്ഞമ്മ ടീച്ചർ ആറന്മുളയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ മറ്റു പല അധ്യാപകരെയും ഞങ്ങൾ സമീപിച്ചെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാണ് അവർക്ക് വരാൻ കഴിയാഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പാലക്കാട് നിന്നും, അതുപോലെ തന്നെ മണ്ണാർക്കാട്, താനൂര്, പാനൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് അയൽ ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ കൂട്ടുകാരെത്തിയിട്ടുണ്ട്. അത് വലിയ സന്തോഷം. വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളായി രാജഗോപാലൻ പ്രസിഡന്റ്, KT മുഹമ്മദ് വൈസ് പ്രസിഡന്റ്, പ്രഭാവതി TK വൈസ് പ്രസിഡന്റ്, ഡോക്ടർ P പരമേശ്വരൻ സെക്രട്ടറി, രവീന്ദ്രൻ മുല്ലപ്പള്ളി ജോയിന്റ് സെക്രട്ടറി, അബ്ദുൽ ഖാദർ PT ജോയിന്റ് സെക്രട്ടറി, ആനന്ദകുമാർ C ട്രഷറർ, ഗണേഷ് പുത്തലത്ത്, ബാബുരാജൻ C, ഡോക്ടർ KT മുഹമ്മദ്, മുരളീധരൻ K, അബ്ദുറഹിമാൻ V, രവീന്ദ്രൻ PK, റസിയ ബീഗം UK, സരോജിനി V, വിമല P എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.